അപ്പൊ മക്കളെ നമ്മളങ്ങനെ വന്ന മാറ്റത്തിന്റെ വഴിയിലെത്തി. നമ്മളമ്മയും കുട്ടികളൊക്കെ ഇന്ന് രാവിലെ ഉണ്ട് പോന്നിക്കണ്. അപ്പൊ നമ്മളെ നെജുമോളും ഒക്കെ വന്നിക്കണ്. അപ്പൊ നമ്മളും പോയിത്താരങ്ങനെ പെയ്യാറുണ്ട് വന്നോളാട്ടാകുമ്പത്തേന് നമ്മൾ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ബസ്സിന് വരുന്നത്. അപ്പൊ ഇതാ ഇവിടെ ബ്രോസ്റ്റ് പൊരിച്ചണം. ബ്രോസ്റ്റ് കുബൂസ് ഇതുണ്ടാക്കണം. ചുട്ട് വെച്ച കുബൂസ് പൊന്തിക്കണ്. ഇവിടെ ലേറ്റ് ഇല്ലട്ടോ മക്കളെ, അതുകൊണ്ട് ഒറ്റ പൊളാനയക്കണ്. അപ്പൊ ഇതാ കുബൂസ് പരത്തണ്. ഞാൻ പകുതി പരത്തിച്ച് നോക്ക് പറ്റിയില്ല. അപ്പൊ നമ്മൾ അഞ്ചത്തിയാണ് പണ്ടാരിട്ടാ. അപ്പൊ ഓള് നിങ്ങളെല്ലാവരും ക്ഷണിച്ചിക്കണ്. ഇന്ന് ഇവിടെ കുബൂസും ബ്രോസ്റ്റും ഉണ്ട്. എല്ലാവരോടും പോരി. തുള്ളി വെള്ളമില്ല കേട്ടാ, വറ്റി കിടക്കുകയാണ്. അപ്പോൾ ഓള് ഇവിടെ ജനീതിയാണ്. കർമ്മത്തി, നല്ല ചീരാപ്പറങ്കോളുണ്ട്. ചീരാപ്പറങ്കോൾ ഉണ്ടമുളൊക്കെ ഉണ്ട്. നമ്മൾ കൊടുന്നോർത്തത് എന്നിട്ടാ നമ്മളെ പൈപരിയും ലൈപ്പില്ലാത്ത തയ്യൊക്കെ നമ്മൾ ചെറിയ തൈ കൊടുന്നോർത്തിട്ട് വലിയ മരമായി. പിന്നെ പേരക്കൊക്കെ നമ്മൾ കൊണ്ടുപോകും. അതിൽ തെങ്ങൊക്കെ തെങ്ങും തൈ നമ്മൾ കൊടുന്നോർത്ത് എന്നിട്ടാ അതൊക്കെ നമ്മളെ പരിയും. ഊഞ്ഞാലാടണം. തെങ്ങൊക്കെ നമ്മൾ കൊടുന്നോർത്തതാ കണ്ടായ തെങ്ങും തൈ കൊടുന്നോർത്ത്. അപ്പം അതാ നമ്മളെ തെങ്ങും തജ്ജി ഒക്കെ നമ്മളെ കൊണ്ടുനോട്ടമൊക്കെ തെങ്ങും തജ്ജി. പിന്നെ ഈ മൂച്ചി കായ്ച്ചിലുണ്ടായിരുന്നു മക്കളെ, കായ്ച്ചിലുണ്ടായിരുന്നു. ഇതോള് വാങ്ങിയതാട്ടാ. ഇതൊക്കെ നമ്മളെ ശിവമോള് സുന്ദരിയാണ്, വാവാച്ചിയാണ്, പൊന്നുകട്ടയാണ്, മാണിക്കല്ലാണ്. എന്താ സപ്പോട്ടന്മാരാണ്. എന്താ ഒരു തെങ്ങ് ഞാൻ കൊടുന്നതാണോ ആരോടുന്നാണോ എനിക്കറിയാം. അപ്പം അഞ്ചത്തിൻ്റെ നാട് കണ്ടോളി, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. ഹൈവ കണ്ട ഹൈവ എന്താ രസം നേട്ടാണ് മക്കളെ അത്. അപ്പം അവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം ഉണ്ട് കേട്ടോ. ഇത് കായ്ച്ചതും പുകിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. പിന്നെ പേരക്കമരമുണ്ട്, പിന്നെ ഒരു തെങ്ങുണ്ട്. അങ്ങനെ പല കൃഷികളുണ്ട്. നമുക്ക് ഈ കയറ്റം കയറിക്കാണ്ട് ഇങ്ങോട്ട് തിരിയാമ. അപ്പോൾ നമ്മുടെ വീടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇനി ഞങ്ങൾ നിങ്ങൾക്ക് ഇവിടുത്തെ മല കാണിച്ചു തരാം ഗായ്സ്. മല കാണിക്കി കണ്ടില്ല എന്ത് ഭംഗിയാണെന്ന്. കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാവേ. എന്ത് രസമാണ് നേരിട്ട് കാണാനാണ്, അടിപൊളി. നല്ല രാവിലെയൊക്കെ ഈ മഞ്ഞിനൊക്കെ നീച്ചാണല്ലോ തണുത്ത് നമ്മളിങ്ങനെ വിറയ്ക്കൊക്കെ ചെയ്യും. മക്കളെ ഇവിടുന്ന് കാണുന്ന സീനറി, മലമുകൾ, ഇതാ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തോട്ടം. മക്കളെ മലയാണ് കാണുന്നത്. മലയാണ് കാണുന്നത്. ഈ കാണുന്നത്
അവിടെയാണ് നമ്മളെ കുരങ്ങനൊക്കെ ഉണ്ടാവേ. അവിടെ നമ്മളെ മിനിയൂട്ടിയൊക്കെ ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കണേ. നമ്മളെ അങ്ങനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഇതാ നമ്മളിതാ മലയൊക്കെ കാണിച്ചിട്ട് എന്ത് ഭംഗിയുള്ള മലകളാ ഉണ്ടാ. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊക്കെയാണ് മാമിന്റെ പരീക്ഷ സംഭവങ്ങള് വരന്റെ അടുത്തുള്ള. അപ്പൊ എന്ത് വ്യൂ നിങ്ങൾ തന്നെ കണ്ടോളൂ. ആ എന്ത് ഭംഗിയുള്ള. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുക്കുള്ള വ്യൂ ഒക്കെ നമ്മളൊന്നുകൂടി കാണിക്കുകയാണ്. കണ്ടില്ല, നല്ല തെങ്ങുകളും നല്ല മരങ്ങളൊക്കെ ഉള്ളൊരു മലയാണ് നമ്മളെ മേലെ കാണുന്നത്. അത് നോക്ക് ഗൈസ്, ആ മേഘത്തിനൊക്കെ നോക്ക്. നല്ല അടിപൊളി മേഘം. അപ്പോൾ ഇതേ ഗൈസ് ചന്ദ്രനെ കാണണ്ടങ്ങള്. ചന്ദ്രൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല നേരം സന്ധ്യയോട് അടുത്തിരിക്കുന്നു. ഞാൻ ഇവിടെ ഉണ്ട്, നെജുമോൾ ഇവിടെ ഉണ്ട്. നിങ്ങളെ കാണിച്ചതില്ല, കാണിച്ചതാ. ഹായ്. അപ്പൊ ഞാൻ നെജുമോളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മളെ മോളൂസാണ് വീഡിയോ എടുക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കൾ. അപ്പോൾ നല്ല പലതര വർണ്ണങ്ങളായിട്ടുള്ള എന്താ പൂക്കളൊക്കെ. ഞങ്ങളെ കുട്ടികൾക്ക് പൂക്കളൊക്കെ കണ്ട പിരാന്താണ്. അതുകൊണ്ടാണ് ഒരുങ്ങനെ മാന്തി പറിച്ചത്. പിന്നെ ഇതൊക്കെ കാണുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മരങ്ങളാണ് കേട്ടോ. ഇങ്ങനെ തൈ കണ്ടില്ലേ, നല്ല. അപ്പോൾ ഇതൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളാണ്. അതിലൊക്കെ പലതും ഉണ്ടായിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കി, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കി. ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് കാണാൻ എന്താ വ്യൂ. അപ്പോൾ ഇത് നേരിട്ട് കാണാനാട്ടോ ഇതിനേക്കാൾ ഭംഗി. എല്ലാം നമുക്കെല്ലാം ആസ്വദിച്ചറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങളിത് എങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ മേഘങ്ങളും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇനി നിങ്ങൾ കാണാൻ സാധ്യത കുറവാണ്. കാരണം നമ്മൾ വീടുകളിലൊക്കെ ആയില്ലെങ്കിൽ നമ്മളെ വീട് ഏതാണ് ഞാൻ കാണിക്കാം. അതെങ്ങനെയാട്ടോ റോഡ് പോണത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മളെ വീട് കാണുന്നത്. വീടിൻ്റെ ഫ്രണ്ട് നമ്മൾ എടുക്കണില്ല, കാരണം ഉമ്മമ്മ ഉണ്ട് കൊരായിൽ. അപ്പം ഉമ്മമ്മക്ക് ഉമ്മമാനെ ഇതുപോലെ വീടുകളിലൊന്നും കാണാൻ ഇഷ്ടമില്ല, നമ്മളത് എടുക്കണില്ല. അങ്ങനെ അതെ ഇതെല്ലാവരും കൂടി വരുന്നുണ്ട്. അങ്ങനെ നമ്മളിതേ കയറി കൊടുത്തു. നമ്മളങ്ങനെ ദേ വീട്ടിലേക്ക് പോവുകയാണ്. അയ്യോ അയ്യോ അയ്യോ. അപ്പൊ കണ്ടില്ലേ ഗായ്സ്, ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും